ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എന്താണെന്നോ? പന്നക്കോട്ട. ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. അവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. ഈ പന്നക്കോട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കുക്ക്ഡ് ക്രീം എന്നാണ്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഹെവി ക്രീമാണ്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. പിന്നെ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് സ്ട്രോബെറീസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ സ്ട്രോബെറിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ റാസ്ബെറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലൂബെറി ഉപയോഗിക്കാം. ഇതും അല്ലെങ്കിൽ നമുക്ക് നട്ടില്ല ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഇത് തയ്യാറാക്കി വെക്കാനും പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. പന്നക്കോട്ട ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഹെവി വിപ്പിംഗ് ക്രീമാണ്. പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ വേണം. ഏകദേശം 1/2 കപ്പ് ഷുഗറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് സ്ട്രോബെറി ക്രീം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഷുഗറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് വനില എസൻസ്, ഇത് 1 ടീസ്പൂൺ വനില എസൻസ് വേണം. പിന്നെ അൺഫ്ലേവേർഡ് ജലാറ്റിൻ, ഇതിനകത്തു നിന്നും 1 പാക്കറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1.5 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ചിലർ ഇതിന് പകരം പാലുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അത് അത്ര നല്ല ടേസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ വെക്കാം, എന്നിട്ട് ഇത് ഓണാക്കാം. അപ്പോൾ ഇത് ചൂടാകുമ്പോഴത്തേനും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് തിക്കായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഹെവി വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കതിനകത്തേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1/2 കപ്പ് ഷുഗറാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഷുഗർ കുറച്ച് മുമ്പോട്ട് നിൽക്കണം, എങ്കിലേ ഉള്ളൂ ഇത് തണുത്ത് കഴിയുമ്പം പാകത്തിനുള്ള മധുരമാകത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്യാം. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇത് കണ്ടോ, ഇതുപോലെ വന്നാൽ മാത്രം മതി, ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജലാറ്റിൻ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആഡ് ചെയ്തത്. ഇതല്ലെങ്കിൽ നമുക്ക് ഒരു കുറച്ച് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത പാലിലോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട് ഇത് മിക്സായി വരാനായിട്ട്. ഇനി നമ്മളിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്തതിന് ശേഷം നമ്മൾ ഏത് കണ്ടെയ്നറിനകത്താണോ ഇത് മോൾഡ് ചെയ്യാൻ വെക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇതുപോലത്തെ ഒരു കപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അധികം ഒന്നും ഒഴിക്കേണ്ട, കുറച്ച് മാത്രം മതി. കാരണം ഇത് ഹെവി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അതുകൊണ്ട് അധികം എമൗണ്ട് ഒന്നും വേണ്ട. ഇതുപോലെ ഞാനൊരു വേറൊരു ഷേപ്പ് ആകാൻ വേണ്ടിയാണ് ഇതുപോലെ ചെരിച്ച് വെച്ച് കുറച്ച് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിനകത്തൊക്കെ നമുക്കിത് ഒഴിച്ചു വെക്കാം. ഇതുണ്ട്, ഇതുപോലെ ഇത് ഒരു ചെറിയ ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ഒരു കണ്ടെയ്നറാണ്, അതിനകത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, എങ്കിലേ ഇത് സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് സ്ട്രോബെറി ക്രീം അല്ലെങ്കിൽ സ്ട്രോബെറി സോസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 ഔൺസ് സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ചൂസ് ചെയ്യുമ്പോൾ നല്ല റെഡ് കളറുള്ള സ്ട്രോബെറി തന്നെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്, കാരണം അതിൻ്റെ സോസിന് നല്ല കളർ വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോ സ്ട്രോബെറി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. കാരണം ഇത് വേവാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ, അതിനുവേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ 4ആയിട്ട്, അപ്പം ഓരോ സ്ട്രോബെറിയുടെ സൈസ് അനുസരിച്ച് നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്ട്രോബെറി മുഴുവൻ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കുക്ക് ചെയ്യണം, അതിനുവേണ്ടി നമുക്കൊന്ന് റെഡിയാക്കണം. ഇതുണ്ട്, ഇതിന് ഒരുവിധം നല്ല കളറുണ്ട്, അതുകൊണ്ട് നമ്മുടെ സോസിന് നല്ല കളർ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ വേണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1/3 കപ്പ് ഷുഗറാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്ട്രോബെറി ഒരു പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി സ്റ്റവ് ഒന്ന് ഓണാക്കാം. സ്റ്റവൊക്കെ ഓണാക്കി ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/3 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുഗർ മുഴുവൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, അതിനുവേണ്ടിയാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പം വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഈ ഷുഗറും ഇതെല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത്
ആ സ്ട്രോബെറി എന്നുള്ള വെള്ളം എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇത് കണ്ടോ, ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സോസൊക്കെ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇത് കണ്ടോ, നല്ല കളറൊക്കെ ഉണ്ടല്ലോ അല്ലേ, നല്ല ക്രീമി ആയി വന്നു. ഇനി ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് പനക്കോട്ടയുടെ മുകളിൽ വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ക്രീമി ആയിട്ട് വേണമെങ്കിൽ അതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിത് മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം നന്നായി അരച്ച് വന്നിട്ടുണ്ട്. നല്ല കളറാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം. അതിനുവേണ്ടി ഞാനൊരു കണ്ടെയ്നറിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇത്രയും തിക്കായിട്ട് നമുക്ക് വേണ്ടെങ്കിൽ അധികം വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പ് നമ്മൾ ഓഫ് ചെയ്താൽ മതി. അപ്പം കുറച്ചുകൂടി ഒരു തിന്നായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതും കുഴപ്പമൊന്നുമില്ല, കുറച്ച് തിക്കായിട്ടിരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഈ കണ്ടെയ്നറിനകത്തേക്ക് മാറ്റി വെച്ചു. ഈ സോസ് നമുക്ക് പാൻ കേക്കിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ക്രേപ്പ് ഇതിങ്ങനെ ഏതിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി സോസ് തന്നെയാണിത്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കണം. അതിനുവേണ്ടി ഞാനിതൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്താൽ മാത്രം മതി, ഒത്തിരി സമയമൊന്നും ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും നമ്മുടെ പനക്കോട്ടയുടെ ബേസ് ആയിട്ടുള്ള ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സ്ട്രോബെറി സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായി തണുത്തിട്ടുണ്ട്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് എടുത്ത് കാണിക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി നോക്കാം. കമഴ്ത്തി നോക്കുമ്പോൾ ഇതിൽ നിന്നൊന്നും വിട്ടു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെ സ്ട്രോബെറി ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം സ്ട്രോബെറി ക്രീമൊന്നും വേണ്ട, ഒരു 1 ലെയർ അതിൻ്റെ മുകളിൽ കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഇതിന് ഒരു ചെറിയ പൊടിയും മധുരവും എല്ലാം കൂടെ കൂടിയ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഒത്തിരി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ടൊന്ന് വരിക. അതിനുവേണ്ടി നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതങ്ങോട്ട് ആയിക്കോളും. അപ്പോൾ ഇതെല്ലാം തന്നെ ആയിട്ടുണ്ട്. അതുപോലെ ഓരോ കണ്ടെയ്നറിനകത്തും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാനൊരു മോൾഡ് ഇതുപോലെ ചെരിച്ച് വെച്ച് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അതിനകത്ത് സ്ട്രോബെറി ഒഴിക്കുമ്പം കണ്ടോ, നല്ല രസമാണ് അല്ലേ. പിന്നെ ഇതുപോലെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ഒരു കപ്പുണ്ടായിരുന്നു, അതിനകത്ത് ഒഴിക്കുമ്പോഴും നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനക്കോട്ട എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മിൻറ്റ് ലീഫ് അതിൻ്റെ മുകളിലിട്ട് വെച്ച് കൊടുക്കണം. ഇതുണ്ടോ, ചെറിയൊരു മിൻറ്റ് ലീഫ് കൂടെ വെക്കുമ്പോഴത്തേനും അതിനൊരു നല്ല ഒരു ഭംഗി വരും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പനക്കോട്ട? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അധികം പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ തലേദിവസം നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോൾ ഇത് തലേദിവസം ഇതിൻ്റെ ബേസും ഈ സ്ട്രോബെറി സോസും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആ പാർട്ടിയുടെ സമയത്തൊക്കെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ കണ്ടെയ്നറിനകത്ത് ആക്കി വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും അത് സെർവ് ചെയ്യാനായിട്ട്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പന്നക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രോബെറിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബ്ലൂബെറി അല്ലെങ്കിൽ റാസ്ബെറി അങ്ങനെ ഏത് ബെറി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നൊട്ടില ഉണ്ടല്ലോ, അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. ഇത് കണ്ടോ, പനക്കോട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ? അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുകയാണ്. ചെയ്യാം, ഇതൊന്ന് കഴിച്ചു നോക്കി. കണ്ടിട്ട് അങ്ങനെയാണ്, നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. രണ്ടോടെ കൂട്ടി കഴിക്കണം കേട്ടോ. സ്ട്രോബെറി ഇത് ക്രീമാണ്. കഴിച്ചു നോക്കാം. എല്ലാവർക്കും കൂടി ഞാനൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ. എല്ലാവർക്കും വേണ്ടി കഴിച്ചു നോക്കുക. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? മധുരം പിന്നെ ആ സ്ട്രോബെറിയുടെ പുളിയും കൂടെ വരുമ്പോൾ നല്ലതല്ലേ, നല്ല ടേസ്റ്റ്. പാർട്ടിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അല്ലേ, അടിപൊളി അടിപൊളി അല്ലേ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. മതി മതി, വേണ്ട 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 ഒന്നും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്, സൂപ്പർ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.